ഇതിലേക്ക് മടങ്ങിയെത്താം. ഇപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ദിനേശൻ എം.ആർ. നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ ദിനേശൻ, അതിദാരുണമായ ഒരു സംഭവം, 5 പേർ മരിച്ചിരിക്കുന്നു. തടിലോറി പാഞ്ഞു കയറിയാണെന്ന് മനസ്സിലാക്കുന്നു. താങ്കൾക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ എങ്ങനെയൊക്കെയാണ്? കോഴിക്കോട് നിന്ന് പെരുമ്പാവൂർക്ക് തടി കയറ്റി പോയിരുന്ന ലോറിയാണ്. അത് ഓവർ സ്പീഡിലായിരുന്നു. അവിടെ JK തിയേറ്റർ എന്ന് പറഞ്ഞിട്ടൊരു തിയേറ്ററിന്റെ മുന്നിൽ വെച്ചിട്ടാണ്. അവിടെ ഡിവൈഡറൊക്കെ അവര് സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതുപോലെ ആവശ്യത്തിനുള്ള സിഗ്നൽ ലൈറ്റ് ഒന്നുമില്ല. നാട്ടിൽ ശാസ്ത്രീയമായിട്ടുള്ളൊരു സംഭവമാണ്. അവിടെ കുപ്പിക്കഴുത്ത് പോലെയാണ്. ഡ്രൈവർമാര് മദ്യപിച്ചിട്ടുണ്ടെന്നുള്ളതാണ് ആദ്യം കിട്ടിയ വിവരം. പിന്നെ പോലീസ് അവരെ കൊണ്ടുപോയി സ്റ്റേഷനിൽ അവർ കസ്റ്റഡിയിലുണ്ട്. ലോറി ഇടിച്ചു കയറി അവിടെ സാധാരണ കുറെ കാലമായിട്ട് അവരവിടെയാണ് കിടക്കാറ്. ഒരു സുരക്ഷിതം എന്നുള്ള സ്ഥലത്ത് അവരവിടെയാണ് കിടക്കാറ്. ഡിവൈഡറിനും അപ്പുറത്തായിരുന്നു കിടന്നത് അല്ലേ? ഡിവൈഡറിന് ഒരു 50 മീറ്റർ അപ്പുറത്താ കിടന്നിരുന്നവര്. അതായത് കാണാം, സാധാരണ ഓടിച്ചു വരുന്ന ഒരു ഡ്രൈവറിന് കാണാൻ പറ്റും. കാരണം ഇത് ഇടിച്ചിട്ടും ഒരു 50 മീറ്റർ അപ്പുറത്ത് കിടക്കുന്ന ആളുകളെ മേലെ കൂടിയാണ് ഇത് കയറിപ്പോയത്. ഇത് നിരന്തരമായിട്ട് അപകടങ്ങൾ പറ്റുന്ന ഒരു സ്ഥലമാണ്. നാടോടി സംഘമാണ്. ഇവരുടെയൊക്കെ വിവരങ്ങളോ എവിടെ നിന്നുള്ളവരാണെന്നൊക്കെ? പാലക്കാട്, ഗോവിന്ദാപുരം, നമ്മുടെ തമിഴ്നാട് കേരള അതിർത്തിയിലുള്ളവരാണ്. ഓ ശരി ശരി. ഇവിടെ എന്താണ്, കച്ചവടത്തിനായി വന്നതാണോ? ഇല്ല, അവരിങ്ങനെ അവിടെ വന്ന വൈകുന്നേരങ്ങളിലാണ് അവർ ഒത്തുകൂടാറ്. പകലൊന്നും ഇവര് സാധാരണ അവിടെ കാണാറില്ല. ഇങ്ങനെ ഭിക്ഷ ആളുകളെ ഇങ്ങനെ കൊടുക്കും, പൈസ ഒക്കെ കൊടുക്കും. കുട്ടികളും അതിന്റെ ഭിക്ഷാടനം തന്നെയാണല്ലേ? ഭിക്ഷാടനം പോലെയാണ് ഇവര് നടത്തുന്നത്. ഈ നമുക്കിതിപ്പോ ദേശീയപാതയുടെ പണി നടക്കുന്ന സമയം കൂടിയാണല്ലോ. അപ്പൊ അവിടെ താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു നിർമ്മാണത്തിൽ എന്തെങ്കിലും ഒരു അപാകത അല്ലെങ്കിൽ അവിടെ ഒരു സിഗ്നലിന്റെ ഒരു പ്രശ്നം വളരെ സ്ലോവിലാണ് ഈ വർക്ക് നടക്കുന്നത്. പിന്നെ വണ്ടികള് പോകാനായിട്ടുള്ള സംവിധാനങ്ങളൊക്കെ പരിമിതമാണ്. എന്നാലും ഓവർ സ്പീഡിലാണ് വണ്ടികൾ വരിക. സാധാരണ ഒരു 30 കിലോമീറ്റർ എന്നൊക്കെയാണ് അവിടെ എഴുതി വെച്ചിരിക്കണമെങ്കിലും പക്ഷെ വണ്ടി ഡ്രൈവർമാർ അതൊന്നും കണക്കാക്കാറില്ല. ഇപ്പൊ ലോറിയിൽ ഉണ്ടായിരുന്ന 2 പേരാണെന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഡ്രൈവറും ക്ലീനറും ആയിരിക്കും അല്ലെ? അവര് 2 പേരും പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. വണ്ടി അത് കയറിയതിന് ശേഷം പിന്നെ ഒരു 200 മീറ്റർ അപ്പുറം പോയാൽ നിൽക്കുന്നത്. അത്ര സ്പീഡിലായിരുന്നു. അവിടെ റോഡ് അവസാനിക്കാണ്. മറ്റേ പണി നടക്കുന്നോണ്ട്, റോഡ് മേൽപ്പാലത്തിന്റെ പണി നടക്കുന്നോണ്ട് റോഡ് അവിടെ അവസാനിക്കുന്നുണ്ട്. അതുകൊണ്ടായിരിക്കാം ചിലപ്പോ അവർ നിന്നത്. അതുകൊണ്ടായിരിക്കും അവര് അവിടെ നിർത്തിയത്. അല്ലെങ്കിൽ അവർ ഇവരെ പോലുള്ളവരൊക്കെ നിർത്താണ്ട് തന്നെ പോകും. അത്ര ക്രൂരമായിട്ടുള്ളൊരു മനസ്സുള്ളവരാണെന്നാണ് തോന്നുന്നത്. അല്ലെങ്കിൽ ഇത് ഈ ഡിവൈഡറും ഇടിക്കുമ്പോ തന്നെ അവർക്ക് വണ്ടി നിർത്താലോ. എത്ര മണിയോടെ ആയിരുന്നു ഈ അപകടം നടന്നത്? ഒരു 4 മണി 4:30 ആയിട്ടുണ്ട്. അപ്പൊ ഈ റോഡിലൊക്കെ ആളുകൾ ഉണ്ടായിരുന്നു അവിടെ? ഇത് കണ്ടവരൊക്കെ ഉണ്ടോ? ഇന്ന് ഏകാദശിയാണല്ലോ, തൃപ്തിയാറെ. അതിന്റെ ഭാഗമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആളുകൾ യാത്ര ചെയ്യണുണ്ടായിരുന്നു. അവരാണ് പിന്നെ പെട്ടെന്ന് ഓടിക്കൂടിയത്. ഈ ആശുപത്രിയിൽ എത്തിച്ചിട്ടുണ്ട്. 7 പേർക്ക് പരിക്കുണ്ടെന്നൊക്കെ പറഞ്ഞു. അവരുടെ അവസ്ഥ എങ്ങനെയാണെന്ന് അറിയാം? ഗുരുതരാവസ്ഥയിലല്ല, എന്നാലും ഒരാൾ അതിൽ മരണപ്പെട്ടെന്നൊരു ന്യൂസ് നേരത്തെ വന്നിരുന്നു. പോലീസിനോട് ചോദിച്ചപ്പോ അത് ഗുരുതരാവസ്ഥയിലാണെന്നാണ് പറഞ്ഞത്. അതായത് ഈ 5 പേരല്ലാതെ ഒരാൾ ആണല്ലേ? 2 കുഞ്ഞുങ്ങളും ഉണ്ട് ഇപ്പൊ മരിച്ചത്. 2 കുട്ടികളുണ്ട് അതിൽ. എന്തായാലും അതിദാരുണമായിപ്പോ. ഇനി എന്താണ് നമ്മുടെ ഒരു ഈ ഇപ്പൊ നിങ്ങൾ പറഞ്ഞതുപോലെ ഈ ദേശീയപാത നിർമ്മാണം നടക്കുന്നു, അവിടെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് ഉന്നയിക്കണ്ടേ? നിരന്തരമായിട്ട് അവരോട് പറയണതാ. അവരൊരു വിലയും വെക്കാറില്ല. അവരവരെ ഇഷ്ടത്തിന് കാര്യങ്ങൾ ചെയ്യണത്. കാരണം എന്ന് വെച്ചാൽ ഏറ്റവും മോശം രീതിയിലാണ് അത് വന്ന് പരിശോധിച്ചാൽ അറിയാൻ പറ്റും. അവരോടൊക്കെ നിരന്തരമായിട്ട് നമ്മൾ പറയണത്. അവരെ ഒരു പച്ച മലയാളത്തിൽ പറഞ്ഞൊരു തോന്നിവാസം പോലെയാണ് ഈ പണി നടക്കുന്നത്. ഒരു സെക്യൂരിറ്റി ഒന്നുമില്ല. ഇപ്പൊ ഇത് ഒന്നുമില്ല. ഇപ്പൊ ഒരു വണ്ടികൾ തിരിച്ചു പറഞ്ഞതിന് ഒരു 500 മീറ്ററിൽ ലൈറ്റ് വെച്ച് പിന്നെ 300 പിന്നെ 200 മീറ്ററിലൊക്കെ അതിന്റെ ഒരു സിഗ്നൽ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് വണ്ടിക്കായിരിക്കും മനസ്സിലാവും, എല്ലാവർക്കും മനസ്സിലാവും. ഇതൊന്നും ഒരു ചെയ്തിട്ടില്ല. വെളിച്ചക്കുറവുണ്ടോ അവിടെ? വെളിച്ചക്കുറവൊന്നുമില്ല. അവിടെ തൊട്ടടുത്ത് വെളിച്ചം ലൈറ്റുകളുണ്ട് എല്ലാം. പക്ഷെ ഇത് ദാരുണായി പോയി. ഇതിനൊരു പറയാനായിട്ട് വാക്കുകളൊന്നുമില്ല. തീർച്ചയായിട്ടും ഈ ഇവര് മദ്യപിച്ചിരുന്നു എന്ന രീതിയിലേക്ക് തന്നെയാണല്ലേ? ഇവര് മദ്യപിച്ചിരുന്നു എന്നൊരു സംശയം കൂടി പ്രകടിപ്പിക്കുന്നുണ്ടല്ലോ.
അത് ലോറിക്കാരും അതുപോലെ തന്നെ ഇതേപോലെ ലോറികളും അതുപോലെ തന്നെ ഈ ഹൈവേക്കാരുമാണ് അതിന്റെ ഉത്തരവാദികൾ. ശരി ശരി ശരി. നാട്ടിക പഞ്ചായത്ത് പ്രസിഡന്റാണ് നമ്മളോട് സംസാരിച്ചത്. വളരെയധികം നന്ദി ശ്രീ ദിനേശൻ ഞങ്ങളോട് സംസാരിച്ചതിന്. എന്തായാലും അദ്ദേഹം പറഞ്ഞതുപോലെ അവിടെ പണി നടക്കുന്നതിൽ അപാകതകളുണ്ട് എന്നാണ് പഞ്ചായത്ത് ആരോപിക്കുന്നത്. പലതവണ അത് അറിയിച്ചിട്ടും നടപടി ഉണ്ടായില്ല. അവിടെ സെക്യൂരിറ്റി ഗാർഡ് ഉൾപ്പെടെ ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഒപ്പം ഈ ഡ്രൈവർ മദ്യപിച്ചിരുന്നതായും പറയുന്നു. ഈ റോഡ് അവസാനിക്കുന്നിടത്താണ് ലോറി ചെന്ന് നിന്നത്. അത്ര വേഗത്തിലായിരുന്നു ലോറി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും അതിദാരുണമായൊരു സംഭവം. 2 കുട്ടികളടക്കം 5 പേരുടെ ജീവനാണ് പൊലിഞ്ഞിരിക്കുന്നത്. തത്സമയം മരിച്ചു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. തടി കയറ്റി വന്ന ലോറി എന്ന് പറയുമ്പോൾ അത്രത്തോളം ഭാരമുള്ള ലോറിയാണ്. അത്ര വേഗത്തിലാണ്. ഒന്നും അറിഞ്ഞിട്ടുണ്ടാകില്ല. ഉറക്കത്തിലായിരുന്നു അവരെല്ലാവരും. 4 മണിയോടെയാണ്, പുലർച്ചെ 4 മണിയോടെയാണ് അപകടമുണ്ടായത് എന്നാണ് മനസ്സിലാക്കുന്നത്. രാജു ഗുരുവായൂർ തുടരുന്നുണ്ട്. രാജു, ഈ ആശുപത്രിയിലായവരുടെ നില എങ്ങനെയെന്ന് ചോദിച്ചപ്പോൾ ഇപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റൊക്കെ പറഞ്ഞത് ഒരാളുടെ നില അതീവ ഗുരുതരമാണ്, മരിച്ചു എന്നൊക്കെ കേൾക്കുന്നു. നമുക്കത് സ്ഥിരീകരിക്കാനായിട്ടില്ല. എങ്കിൽ പോലും ബാക്കിയുള്ളവരുടെയൊക്കെ അവസ്ഥ എന്താണ്? വലിയ പരിക്കാണോ, ഗുരുതര പരിക്കാണോ അവർക്കുള്ളത്? അശ്വതി, 15ഓളം നാടോടികളാണ് ഇവിടെ തമ്പടിച്ചിരുന്നത്. എന്നാൽ 7ഓളം പേർക്കാണ് ഇപ്പോൾ പരിക്കേറ്റിട്ടുള്ളത്. ഇവരിൽ ഒരാളുടെ നില ഗുരുതരമാണ് എന്നുള്ള ഒരു റിപ്പോർട്ടാണ് ഇപ്പോൾ വരുന്നത്. ഇയാൾ മരിച്ചു എന്നുള്ള രീതിയിലും ഇത് വാർത്തകൾ വന്നിരുന്നു. എന്നാൽ മരിച്ചിട്ടില്ല, അയാളുടെ നില ഗുരുതരമാണ്. എന്നാൽ ബാക്കിയുള്ളവരുടെ നില ഗുരുതരമല്ല. വളരെ നിസ്സാര പരിക്കുകൾ മാത്രമേ ഇവർക്ക് വന്നിട്ടുള്ളൂ എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. ഇവരെ കൊടുങ്ങല്ലൂരിലുള്ള ആശുപത്രിയിലും അതുപോലെ തന്നെ നാട്ടികയിൽ തന്നെയുള്ള ഒരു ആശുപത്രിയിലേക്കാണ് മാറ്റിയിട്ടുള്ളത്. എന്നാൽ മരിച്ചവരെ എല്ലാവരെയും ജില്ലാ ആശുപത്രിയിലേക്ക് ഇപ്പോൾ മാറ്റിയിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ സ്ത്രീയാണോ പുരുഷനാണോ എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത തരത്തിലുള്ള ബോഡിയാണ് കിട്ടിയത്. പിന്നീടാണ് സ്ഥിരീകരണം വന്നത്. ഇതിൽ 2 കുട്ടികളുടെ മൃതദേഹം കൂടിയുണ്ട്. ശരി രാജു, ഞാൻ രാജുവിലേക്ക്